നമസ്കാരം. UPSC സിവിൽ സർവീസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദ ഹിന്ദു പത്രത്തിൽ നിന്നും ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സിൽ നിന്നുമുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. അതെ, ഇന്ന് നമ്മൾ 8 പ്രധാന വിഷയങ്ങൾ നോക്കും. ഓരോന്നിനും പരീക്ഷയിലുള്ള പ്രാധാന്യം, അതിനു പിന്നിലെ ആശയങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോ ആദ്യത്തെ വിഷയം ഇന്ത്യയിലെ വ്യോമയാന സുരക്ഷയെക്കുറിച്ചാണ്. അഹമ്മദാബാദിലെ ആ എയർ ഇന്ത്യ വിമാനത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നല്ലോ, അല്ലേ? വന്നു. അതിൽ ടേക്ക് ഓഫിന് ശേഷം ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയി എന്നൊരു സംശയമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓഹോ. ഇത് പ്രിലിംസിന് കറണ്ട് അഫയേഴ്സ്, പിന്നെ ഏവിയേഷൻ ടെക്നോളജി, AAIB, DGCA ഇവയുമായി ബന്ധപ്പെട്ട് വരാം. മെയിൻസിൽ GS പേപ്പർ 3ൽ വരും. ഇൻഫ്രാസ്ട്രക്ചർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് AIAB, അതായത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, പിന്നെ CRM, ക്രൂ റിസോഴ്സ് മാനേജ്മെന്റ്, ഈ ആശയങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ശരി. അപ്പോൾ മെയിൻസിന് എന്താണ് ഇതിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? മെയിൻസിന് ഈ വളർന്നുവരുന്ന ഏവിയേഷൻ സെക്ടറിലെ സുരക്ഷാ വെല്ലുവിളികൾ, പിന്നെ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയുടെ പ്രാധാന്യം. കാരണം പെട്ടെന്നൊരു പൈലറ്റ് എററാക്കി മാറ്റാനുള്ള ഒരു ഇത് കാണാറുണ്ട്. അതെ. അപ്പോൾ സമഗ്രമായ സുതാര്യമായ അന്വേഷണം വേണം. എല്ലാ വശങ്ങളും പരിശോധിക്കണം. അതാണ് പോയിന്റ്. അടുത്തത് പരിസ്ഥിതി നിയമങ്ങളിലെ ഒരു മാറ്റമാണ്. അതായത് ഈ താപവൈദ്യുത നിലയങ്ങൾക്ക് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ FGD അത് സ്ഥാപിക്കുന്നതിൽ ഒരു ഇളവ് കൊടുത്തുവെന്ന്. അതെ, മിക്ക കൽക്കരി പ്ലാന്റുകളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രിലിംസിനിത് എയർ പൊല്യൂഷൻ, പ്രത്യേകിച്ച് SO2, പാർട്ടിക്കുലേറ്റ് മാറ്റർ, പിന്നെ FGD ടെക്നോളജി, CPCB ഇവയുമായി ബന്ധപ്പെട്ടതാണ്. മെയിൻസിന് സ്വാഭാവികമായും GS പേപ്പർ 3 തന്നെ അല്ലേ? പരിസ്ഥിതി സംരക്ഷണം, മലിനീകരണം. അതെ, GS3 തന്നെ. ഈ FGD, SO2, PM, CCPB ഇതൊക്കെയാണ് പ്രധാന ആശയങ്ങൾ. പക്ഷേ ഈ FGD ഒഴിവാക്കുന്നത് അത് സൾഫർ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് കൂട്ടുകയല്ലേ ചെയ്യുക? അത് ആരോഗ്യത്തിന് പ്രശ്നമല്ലേ? തീർച്ചയായും, അതാണ് പ്രധാന വിമർശനം. ചെലവ് കുറയുമെന്നത് ശരി തന്നെ, പക്ഷേ പബ്ലിക് ഹെൽത്ത്, പ്രത്യേകിച്ച് ശ്വാസകോശ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു രാജ്യത്ത് തന്നെ പലതരം എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് വരുന്നത്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സുതാര്യത കുറവായിരുന്നു ഈ തീരുമാനത്തിൽ എന്നും വിമർശനമുണ്ട്. ഇതൊക്കെ മെയിൻസിന് ഉപയോഗിക്കാം. ഇനി ഇന്ത്യയിലെ മതേതരത്വം, അതായത് സെക്യുലറിസം, ഇത് 1976 ഭരണഘടനയിലെ എഴുതി ചേർത്തതാണെങ്കിലും അതിന്റെ വേരുകൾ അശോകന്റെ കാലത്തോളം പഴക്കമുള്ളതാണ് എന്നൊരു നിരീക്ഷണം വന്നിട്ടുണ്ട്. ശരിയാണ്. ഇത് പ്രിലിംസിന് പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇതൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മെയിൻസിന് GS1 ഇന്ത്യൻ സൊസൈറ്റി, GS2 കോൺസ്റ്റിറ്റ്യൂഷൻ, എന്തിന് GS4 എത്തിക്സിലും ഇതിന്റെ ചില അംശങ്ങൾ വരാം. സെക്കുലറിസം, പിന്നെ നമ്മുടെ സർവകർമ്മ സമഭാവ എന്ന ആശയം, ബേസിക് സ്ട്രക്ചർ ഇതൊക്കെ ഓർക്കണം. അപ്പോ ആ വാക്ക് പിന്നീട് ചേർത്തതാണെങ്കിലും ആശയം നേരത്തെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിരുന്നു എന്നാണോ? അതെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സെക്കുലറിസം എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന്. ഇത് മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു, ഭരണകൂടം മതങ്ങളിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നു. ഇതിന് ചരിത്രപരമായ ഒരു തുടർച്ചയുണ്ട്, അശോകൻ തൊട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരം വരെ. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം CCTS. അതിന്റെ ഭാഗമായിട്ട് 8 വ്യാവസായിക മേഖലകൾക്ക് എമിഷൻ കുറയ്ക്കാനുള്ള ലക്ഷ്യങ്ങൾ, അതായത് എമിഷൻ ഇന്റൻസിറ്റി ടാർഗറ്റുകൾ നിശ്ചയിച്ചു. അതെ, ഇത് പ്രിലിംസിന് ക്ലൈമറ്റ് ചേഞ്ച്, കാർബൺ മാർക്കറ്റ്, ഇന്ത്യയുടെ NDC, നെറ്റ് സീറോ ടാർഗറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. GS3 തന്നെ, പരിസ്ഥിതി സമ്പദ്വ്യവസ്ഥ. അതെ, GS3. ഇതിലെ പ്രധാന ആശയങ്ങൾ CCGS, എമിഷൻസ് ഇന്റൻസിറ്റി, അതായത് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ എത്ര കാർബൺ പുറത്തുവിടുന്നു എന്നത്. NDC, നെറ്റ് സീറോ. ഈ നിശ്ചയിച്ച ലക്ഷ്യങ്ങള് ഇന്ത്യയുടെ വലിയ കാലാവസ്ഥാ ലക്ഷ്യങ്ങളുമായി യോജിച്ചു പോകുന്നുണ്ടോ? അവിടെയാണ് ഒരു ചെറിയ പ്രശ്നം. നിലവിലെ ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ NDC, നെറ്റ് സീറോ ലക്ഷ്യങ്ങളുമായി പൂർണ്ണമായി ചേർന്നു പോകുന്നില്ല എന്നൊരു വിമർശനം നിലവിലുണ്ട്. ഇതൊരു മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസമാണ്, നല്ലതാണ്, പക്ഷേ ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കണം എന്നാണ് ആവശ്യം. അടുത്തത്
യുവജനങ്ങളുടെ തൊഴിൽ പ്രശ്നമാണ്. EPFO ഡാറ്റ നോക്കിയാൽ ഫോമൽ എംപ്ലോയ്മെന്റ് കൂടുന്നു. പക്ഷേ ILO റിപ്പോർട്ട് പറയുന്നത് തൊഴിലില്ലായ്മയല്ല, തൊഴിൽ ചെയ്യാനുള്ള വൈദഗ്ധ്യമില്ലായ്മയാണ്, അതായത് അൺഎംപ്ലോയബിലിറ്റി. അതാണ് പ്രശ്നം എന്നാണ്. ഇത് രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യം പോലെ തോന്നുന്നുണ്ടല്ലോ. അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. പ്രിലിംസിന് ഇക്കണോമിയിലെ എംപ്ലോയ്മെന്റ്, ഡെമോഗ്രാഫി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. മെയിൻസിന് GS2 സോഷ്യൽ സെക്ടർ, GS3 എക്കണോമി, എംപ്ലോയ്മെന്റ്. അപ്പോ ഫോമൽ ഇൻഫോമൽ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയബിലിറ്റി, സ്കിൽ ഗ്യാപ്പ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ഈ വാക്കുകളൊക്കെ പ്രധാനമാണ്. അതെ, അതായത് ജോലിക്ക് ആളെ വേണം, പക്ഷേ വേണ്ട സ്കില്ലുള്ളവർ കുറവാണ്. അതാണ് അവസ്ഥ. ഓ, അപ്പോൾ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ശരിക്കും ഉപയോഗിക്കണമെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരണം. പ്രാക്ടിക്കൽ സ്കില്ലിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം. ഇൻഡസ്ട്രിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിലൊരു പാലം വേണം. ഇനി സ്ഥിരം താമസക്കാരൻ അഥവാ ഓർഡിനറിലി റെസിഡന്റ് എന്ന ആശയം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഈയൊരു നിബന്ധന കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടവകാശത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് വിഷയം. ശരിയാണ്. പ്രിലിംസിന് പൊളിറ്റൈൽ എലക്ഷൻസ്, RPA 1950 എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. മെയിൻസിന് GS2ൽ RPA, ഗവേണൻസ് എന്നിവയുടെ ഭാഗമായി വരും. RPA 1950, ഇലക്ടറൽ റോൾ, ഓർഡിനറി റെസിഡന്റ് എന്നീ ആശയങ്ങൾ ഓർക്കണം. അപ്പൊ ഈ സ്ഥിരം താമസക്കാരൻ അല്ലാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ? അതെ. ഈ വ്യവസ്ഥ കുറച്ച് കർശനമായി വ്യാഖ്യാനിച്ചാൽ രാജ്യത്തിനകത്ത് തന്നെ ജോലിക്കു വേണ്ടി മാറി താമസിക്കുന്ന കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനെന്താ ഒരു പരിഹാരം? ഒരു പരിഹാരം ഈ സർവീസ് വോട്ടർമാർക്കും NRIകൾക്കുമൊക്കെയുള്ള പോലെ ഇവർക്കും അവരുടെ സ്ഥിരം അഡ്രസ്സിലെ വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്താൻ അനുവദിക്കുക എന്നതാണ്. ഒരു നിയമഭേദഗതി വേണ്ടിവരും. പിന്നെ ടെക്നോളജി ഉപയോഗിച്ച് ഇരട്ട വോട്ട് തടയാനും പറ്റും. അടുത്തത് ഒരു പാരിസ്ഥിതിക വിഷയമാണ്. മരുഭൂമികൾ, പുൽമേടുകൾ, ഇങ്ങനെയുള്ള തുറന്ന ആവാസ വ്യവസ്ഥകളെ തരിശുഭൂമി അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് എന്ന് വിളിക്കുന്നതിലെ പ്രശ്നങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിലിംസിന് എൻവയോൺമെന്റ്, ഇക്കോസിസ്റ്റം, ലാൻഡ് ഡിഗ്രഡേഷൻ ഇതൊക്കെയായി ബന്ധപ്പെടാം. മെയിൻസിന് GS1 ജോഗ്രഫി, GS3 എൻവയോൺമെന്റ്, ഡെസർട്ടിഫിക്കേഷൻ, വേസ്റ്റ് ലാൻഡ്, ഓപ്പൺ നാച്ചുറൽ ഇക്കോസിസ്റ്റംസ് ONEs, പിന്നെ സോയിൽ കാർബൺ സ്റ്റോറേജ്. ഈ വാക്കുകൾ ഓർത്തുവെക്കുക. തരിശുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഉപയോഗമില്ലാത്ത സ്ഥലം എന്നാണല്ലോ. അത് തെറ്റാണെന്നാണോ പറയുന്നത്? തീർച്ചയായും. ഈ പറയുന്ന പുൽമേടുകൾ, വരണ്ട പ്രദേശങ്ങൾ ഒക്കെ അടങ്ങിയ ONEs, അവയ്ക്ക് അതിൻ്റേതായ പാരിസ്ഥിതിക പ്രാധാന്യമുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ് പോലുള്ള ജീവികളുടെ വാസസ്ഥലം, വലിയ അളവിൽ കാർബൺ ശേഖരിക്കുന്ന മണ്ണ്, പിന്നെ ഇടയ സമൂഹങ്ങളുടെ ജീവിതം, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോ അവിടെ മരം വെച്ചു പിടിപ്പിക്കുന്നത് ശരിയല്ല എന്നാണോ? അതെ. അതിനെ തരിശുഭൂമിയായി കണ്ട് വനവൽക്കരണം നടത്തുന്നത് അവിടുത്തെ ആവാസ വ്യവസ്ഥയെ തകർക്കും. ശാസ്ത്രീയമായ രീതിയിൽ അതിനെ സംരക്ഷിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയുമാണ് വേണ്ടത്. അവസാനമായി ദക്ഷിണേഷ്യയിലെ കാലാവസ്ഥാ കുടിയേറ്റം. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ബുന്ദേൽഖണ്ഡ്, ബംഗ്ലാദേശ്, വിദർഭ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾക്ക് വീടും നാടും വിട്ടുപോകേണ്ടി വരുന്നു. അതെ. ഇതൊരു വളർന്നുവരുന്ന ഒരു പ്രതിസന്ധിയാണ്. പ്രിലിംസിന് എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ചേഞ്ച്, ജോഗ്രഫി എന്നിവയിലും, മെയിൻസിന് GS1 സൊസൈറ്റി പോപ്പുലേഷൻ, GS3 അഗ്രികൾച്ചർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയിലും ഇത് വരും. ക്ലൈമറ്റ് മൈഗ്രേഷൻ, റെയിൻ ഷാഡോ റീജൻ, ഡെറ്റ് ബോണ്ടേജ്, കടക്കെണി എന്നീ ആശയങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാലാവസ്ഥാ മാറ്റം മൂലമുള്ള കുടിയേറ്റം, ഇതിന്റെ ആഘാതം എത്രത്തോളമുണ്ട്? ഇത് സാധാരണഗതിയിലുള്ള മെച്ചപ്പെട്ട ജീവിതം തേടിയുള്ള മൈഗ്രേഷൻ പോലെയല്ല. ഇത് നിർബന്ധിത പലായനമാണ്. ജീവിക്കാൻ വേണ്ടിയുള്ളത്. കൃഷി നശിക്കുന്നു, വെള്ളമില്ലാതാകുന്നു. അപ്പോ ഇത് ആളുകളെ വലിയ ചൂഷണത്തിലേക്ക് തള്ളിവിടുന്നു, കടക്കെണിയിലാക്കുന്നു. നാട്ടിൽ ബാക്കിയാവുന്ന സ്ത്രീകളും കുട്ടികളും കൂടുതൽ ബുദ്ധിമുട്ടുന്നു. ഇതിന് പരിഹാരം കാലാവസ്ഥയെ അതിജീവിക്കാൻ ശേഷിയുള്ള കൃഷിരീതികൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ, ഇതൊക്കെയാണ്. ഇന്നത്തെ വിഷയങ്ങളുടെ ഒരു ചെറിയ വിശകലനം നമ്മളിവിടെ നൽകി. ഇതിന്റെ എല്ലാം പൂർണ്ണമായ വിശദമായ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ലേണേഴ്സ് IAS ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പ്രതിമാസം 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്.
പോകുന്നതിനു മുൻപ് ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ഈ കാലാവസ്ഥാ മാറ്റം നമ്മുടെ കൃഷിയെയും ജനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയും ഒരേ സമയം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാം? നാളെ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം.